ഹായ് നമസ്കാരം, ഞാൻ സൈന്ധവിയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ വന്നേക്കുന്ന വീഡിയോസിലെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് വേറൊന്നുമല്ല, കാരണം അവരെപ്പോഴും പറയാണ്ട് 10-70 ക്യാമറ അവർക്ക് ചുറ്റും ആൾക്കാരുണ്ട്. ശരിക്കും അത് ബോധ്യപ്പെട്ട് ഇന്നാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അവിടെ ഒരു അണ്ണാൻകുഞ്ഞും ഒരു കാക്കയും ഒരു കിളിയും സ്ഥിരം വരുന്നുണ്ട്. അണ്ണാൻകുഞ്ഞ് എപ്പോഴും വരുന്നുണ്ട്. അന്നേരം ഇന്ന് ആ അണ്ണാൻകുഞ്ഞ് ആ മുറ്റത്ത് കിടക്കുന്ന ആ പച്ച പുല്ലുണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് കഷ്ണങ്ങൾ കടിച്ചെടുത്ത് ഉണ്ട പോലെ ആക്കി അളിയൻ അത് അടിച്ചുകൊണ്ട് പോയി. അത് ശരിക്കും ക്യാമറ അതേ രീതിയിൽ ഒപ്പിയെടുത്ത് നമ്മളെ കാണിക്കുന്നുണ്ട്. ആ കാണിക്കുന്ന ബിഗ് ബോസ് എന്തുകൊണ്ട് അതിനുള്ളിൽ നടക്കുന്ന പല സംഭവങ്ങളും നമ്മളെ കാണിക്കുന്നില്ല? അത് നമ്മളെ പ്രേക്ഷകരോട് നമ്മളോട് കാണിക്കുന്ന ചതിയല്ലേ? കാരണം പലതും ഈ മുറിയൊക്കെ ഇട്ട് കൊടുത്ത് ഈ PR റേറ്റ് കയറ്റാൻ വേണ്ടിയിട്ട് അത് ഒരു നെഗറ്റീവ് കമൻറ്റിലൂടെ പല രീതിയിലൂടെ പുറത്ത് വരുന്നുണ്ട്. പക്ഷേ അവിടെ നടന്ന സംഭവങ്ങൾ എന്താണെന്നോ യഥാർത്ഥത്തിൽ ഒരിക്കലും ബിഗ് ബോസ് ഒരു സീസണിലും കാണിച്ചിട്ടുമില്ല. കാരണം ഇപ്പം നമ്മളെല്ലാം പഴയ ജാസ്മിൻ്റെ പല കേസുകൾ അറിയാം. ഇപ്പം തന്നെ നമ്മുടെ എന്താ പറയുക, ജിസലിൻ്റെയും ആര്യൻ്റെയും പ്രശ്നങ്ങൾ വന്നു. ഇതൊന്നും വ്യക്തമായ കാരണങ്ങളാൽ ഇല്ലെങ്കിൽ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് പോലും നമ്മളെ കാണിക്കാതെ എവിടെയെങ്കിലും അരയും മൂലയും ഒന്ന് കാണിച്ചിട്ട് ഈ നമ്മളായ പ്രേക്ഷകർ എന്ത് ചെയ്യും, അത് കണ്ടിട്ട് പല പല അഭിപ്രായങ്ങൾ പറഞ്ഞ് ആ പ്രശ്നങ്ങൾ വലുതാക്കി ഒക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു മോശപ്പെട്ട രീതിയാണ്. അവർ തെറ്റ് ചെയ്താൽ ആ തെറ്റ് അവരെ പുറത്ത് കൊണ്ട് കാണിക്കുക, അതൊരിക്കലും ഹൈഡ് ചെയ്ത് വെക്കരുത്. അത് എന്തിൻ്റെ പ്രശ്നത്തിലായാലും അതൊരിക്കലും ഹൈഡ് ചെയ്യുന്നത് വളരെ മോശപ്പെട്ട കാര്യം തന്നെയെന്ന് പറയാം ബിഗ് ബോസിനെ സംബന്ധിച്ച്.